എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് മലയാളത്തിലൂടെ പഠിക്കാമെന്നുള്ള നമ്മുടെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 1ാമത്തെ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് അമ്പിളി എന്ന് പറയുന്ന മലപ്പുറത്തുള്ള ഒരു കുട്ടി നമുക്ക് ഹോംവർക്ക് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഒത്തിരി സന്തോഷം. അവർക്ക് എന്താ പറയുക, തുടർന്ന് ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ സന്തോഷം. നിങ്ങളുടെ ഈ പ്രോത്സാഹനം തന്നെയാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജം. അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ജാനകി എന്ന് പറയുന്ന ഒരു മാഡം, അവരൊരു കൗൺസിലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ക്ലാസ്സുകൾ കാണുന്നുണ്ട്. അതുപോലെ മലയാളത്തിലെ ഫോട്ടോസ് രൂപത്തിൽ ഞാൻ ഇടുന്നത് അവർക്ക് പഠിക്കാൻ ഇത്തിരി ഈസി ആണെന്ന് പറഞ്ഞു. അതിലും സന്തോഷം. തുടർന്ന് നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും മെസ്സേജുകളും വേണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാനിപ്പോൾ സ്ക്രീനിലൊരു പോസ്റ്റർ ഇടുന്നുണ്ട്. അത് എ തൊട്ട് സെഡ് വരെയുള്ള ഓരോ ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെയും ഉച്ചാരണമാണ്. അതിൽ ക്യൂ മാത്രമായിട്ടല്ല, ക്യൂവിൻ്റെ കൂടെ യുവും വന്നിട്ടുണ്ട്. അത് ക്യൂ വരുമ്പോൾ എപ്പോഴൊക്കെ ക്യൂ വരുന്നു അപ്പോഴൊക്കെ യു വരുന്നു. അതുകൊണ്ടാണ് ക്യൂ യു എന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ പോസ്റ്റർ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് ഇരുന്ന് പഠിക്കുകയോ ചെയ്യണം. ഇംഗ്ലീഷ് വിട്ടറിയാത്തവർക്കാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ പഠിച്ചത് ഐ, മീ, മൈ ഈ വാക്കുകളാണ് പഠിച്ചത്. അതായത് ഞാൻ, എന്നെ, എൻ്റെ. അപ്പം ഇതിന് ശേഷം വരുന്ന വാക്കുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. യു എന്ന വാക്കാണ് വരുന്നത്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YOU ആണ് സ്പെല്ലിങ്. YOU. യു എന്ന് പറയുമ്പോൾ നീ എന്നാണ് അർത്ഥം വരിക. നീ മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ എന്ന് പറയുന്ന ബഹുവചനവും അതിൽ പെടും. ഇപ്പം നമ്മൾ മലയാളികളാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരാണെങ്കിൽ പ്രായമായവരൊരിക്കലും നീ എന്ന് പറയാറില്ല. താങ്കൾ, നിങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു അർത്ഥവും വരുന്നുണ്ട്. അപ്പോൾ നീ എന്ന വാക്കിൻ്റെ അർത്ഥം നീ, നിങ്ങൾ, താങ്കൾ. ഓക്കെ. അപ്പോൾ ഇതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഒരാളെ പറയണേ, യു ആർ മൈ ഫ്രണ്ട്, നീ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ആ ഒരു വാക്ക്, അത് നീ എന്നാണ് നമ്മൾ പറയുക. അതായത് വീട്ടിലെ കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നീ എന്നാണ് ഉപയോഗിക്കുക, വാക്കാണ് ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്ന് ഉപയോഗിക്കില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെൽക്കം യു ഓൾ, നിങ്ങളെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ബഹുവചനം വരും. അതുപോലെ തന്നെ താങ്ക് യു സാർ, നിങ്ങൾക്ക് നന്ദിയുണ്ട്, താങ്കൾക്ക് നന്ദിയുണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇതാണ് യു എന്ന വാക്കിൻ്റെ അർത്ഥം. YOU. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്ന് പറയുമ്പോൾ എന്ത് പറയും? നിങ്ങളുടെ. യുവർ. YOUR. യുവർ. നിൻ്റെ എന്നാവാം, നിങ്ങളുടെ എന്നാവാം, താങ്കളുടേതാവാം. YOUR. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേര് എന്താണ്? ഞാൻ സെൻറ്റൻസ് പറയുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാനാണ്. നിങ്ങളുടെ അല്ലെങ്കിൽ താങ്കളുടെ, നിൻ്റെ. YOUR. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് യുവേഴ്സ്. നിൻ്റേത്, നിങ്ങളുടേത് എന്നാണ് അർത്ഥം വരിക. യുവേഴ്സ്. YOURS. യുവേഴ്സ്. നിങ്ങളുടേത്, നിൻ്റേത് എന്ന അർത്ഥം. ദിസ് ബുക്ക് ഈസ് യുവേഴ്സ്. ഇത് നിൻ്റെ പുസ്തകമാകുന്നു. നമ്മളൊരു പുസ്തകം എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത് നിൻ്റെ പുസ്തകമാണ് എന്ന് പറഞ്ഞു പറയില്ല. അപ്പോൾ അവിടെയാണ് യുവേഴ്സ് എന്ന് വയ്ക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു കഥ കാണാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു നായയെ പേടിച്ച് ഒരു കുരങ്ങൻ ഒരു മരത്തിൽ കയറുന്നത് കണ്ടോ? നായനെ പേടിച്ചിട്ട് ഒരു കുരങ്ങൻ മരത്തിൽ കയറുന്നത്. ഇംഗ്ലീഷിൽ ഏറ്റവും വേണ്ടതും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. കുരങ്ങൻ മരത്തിൽ കയറുന്നതല്ല, ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങളുടെ അർത്ഥം മനസ്സിലാവണം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചോദ്യങ്ങളാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ ആരാണ് മരത്തിൽ കയറിയത്? ആര് എന്ന വാക്കിന് എന്ത് പറയും? WHO. WH പറയുമ്പോൾ ശരിക്കും W എന്നാണ് ഉച്ചരിക്കുക. പക്ഷേ ഇവിടെ W സൈലൻ്റ് ആണ്. അപ്പോൾ WHO.
WHO ഹോ അല്ലെങ്കിൽ ഹു എന്ന് പറയും. WHO ഹു എന്ന് പറയും. ഹു ആര്, WHO ഹു ആര്. ആര് മരത്തിൽ കയറിയത്? കുരങ്ങൻ. എന്ത് മരത്തിലാണ് കയറിയത്? എന്ത്. WHAT. WH എന്ന് പറയുമ്പോൾ വ് എന്നാണ് ഉച്ചരിക്കുക, AT വരുമ്പോൾ അറ്റ്. അപ്പോൾ വാട്ട്. WHAT വാട്ട്. എന്ത് മരത്തിലാണ് കയറിയത്? മാവാവാം, പ്ലാവാവാം. ഓക്കെ, വാട്ട് എന്ത് മരത്തിലാണ് കയറിയത്. ഓക്കെ, അടുത്തത് എവിടെയാണ് കയറിയത്? കുരങ്ങൻ എവിടെയാണ് കയറിയത്? മരത്തിൽ. എവിടെ? വേർ. WHERE. WH എന്ന് പറയുമ്പോൾ വേർ, ERE എന്ന് പറയുമ്പോൾ റ് എന്ന് വെച്ചിരിക്കുക. അപ്പോൾ വേർ. WHERE എവിടെ, വേർ എവിടെ. എപ്പോഴാണ് കുരങ്ങൻ മരത്തിൽ കയറിയത്? എപ്പോഴായിരിക്കും കയറിയിട്ടുണ്ടാവുക? ഇന്നലെയാണ് കയറിയത്, അല്ലെങ്കിൽ ഇന്ന് 10 മണിക്കാണ് കയറിയത്. എപ്പോൾ. എപ്പോൾ എന്ന് പറയുമ്പോൾ WHEN വെൻ. WH എന്ന് ഉച്ചരിച്ചു, EN. അപ്പോൾ WHEN വെൻ, എപ്പോൾ. എന്തുകൊണ്ടാണ് കുരങ്ങൻ കയറിയത്? എന്തുകൊണ്ടായിരിക്കും? പട്ടിയെ പേടിച്ചിട്ട്. കാരണം എന്തുകൊണ്ട് പട്ടിയെ പേടിച്ചിട്ട്? WHY. WH എന്ന് പറയുമ്പോൾ വ് എന്നാണ് ഉച്ചരിക്കുക, Y എന്ന അക്ഷരമുണ്ട്. അപ്പോൾ നമ്മൾ WH സൈഡിലേക്ക് വെച്ച് WHY Y എന്ന് പറഞ്ഞാൽ മതി. Y എന്തുകൊണ്ട്? Y എന്തുകൊണ്ട്? WHY Y എന്ന് ഉച്ചരിക്കും. എന്തുകൊണ്ടാണ് കുരങ്ങൻ കയറിയത്? പട്ടീനെ പേടിച്ചിട്ടാണ് കുരങ്ങൻ കയറിയത്. ഓക്കെ, ഇനി എങ്ങനെയാണ് കയറിയത്? എങ്ങനെയായിരിക്കും? ചാടിക്കയറാം, ഓടിക്കയറാം, നടന്നു കയറാം. അപ്പം അതെങ്ങനെയാണ് കയറിയത്? ഹൗ. HOW ഹൗ എന്ന് പറയും. HO ഹോ വരും, W വന്നപ്പോൾ ഹൗ എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരാളോട് വായ പൊള്ളിയെന്ന് ചോദിക്കും. അപ്പോൾ തിളച്ച ചായയോ അല്ലെങ്കിൽ തിളച്ച എന്തെങ്കിലും സാധനം വായിട്ട് കഴിഞ്ഞ് എന്താ പറയുക? ഹൗ എന്ന് പറയും. അപ്പോൾ എങ്ങനെ പൊള്ളി? ഹൗ. HOW ഹൗ. HOW ഹൗ, എങ്ങനെ. ഇപ്പം ഇത്രയും വാക്കുകൾ ഇന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 9 വാക്കും അതുപോലെ തന്നെ സ്പെല്ലിങ്ങുകളും ഞാനിന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുക. തുടർന്നും നിങ്ങൾ എന്താ പറയുക, കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ഇടുക. ധൈര്യമായിട്ട് മെസ്സേജ് ഇടാം. നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തും പോസിറ്റീവ് നെഗറ്റീവും നമുക്ക് സ്വീകാര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കളിയാക്കാൻ ഒത്തിരി പേര് വേണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് ആരോടെങ്കിലും ഇപ്പോൾ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് മലയാളത്തിലൊക്കെ പറയുന്നതിന് പകരം ചിലപ്പോൾ ഇംഗ്ലീഷിലാവും പറയാം. അപ്പോൾ പറയാം വലിയ സായിപ്പിൻ്റെ മോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടാവും. ഈ കളിയാക്കുന്ന ആരും ഒരു സായിപ്പിനോട് സംസാരിക്കാൻ പറ്റുന്നവരായിരിക്കണം എന്നില്ല. അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയുന്ന സ്പെല്ലിങ്ങുകൾ തന്നെയാണ് നിങ്ങൾ തെറ്റിക്കുന്നത്. കാരണം അറിയാത്ത സ്പെല്ലിങ് നിങ്ങൾ എഴുതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയുന്ന സ്പെല്ലിങ്ങുകളായിരിക്കും തെറ്റിക്കുന്നത്. സ്പെല്ലിങ് തെറ്റാതിരിക്കാൻ ചെയ്യേണ്ട ഏക വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ കൃത്യമായി വായിച്ച് പഠിക്കുകയോ ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 4ാമത്തെ ക്ലാസ് നാളെ ഉണ്ടായിരിക്കും. താങ്ക് യു.